ഇന്ന് നമ്മൾ വെണ്ടയ്ക്കയും കൊണ്ട് പുളിയാണ് ഇട്ട് വെക്കുന്നത്. എണ്ണ ചൂടായിരുന്നു, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം, വറ്റൽമുളക് ഇട്ട് കൊടുക്കാം, കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഈ വെണ്ടയ്ക്ക ഒന്ന് വാട്ടിയെടുക്കാം. ഇതൊന്ന് വാടട്ടെ, വാടിയിട്ട് നമുക്ക് പുളി ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ വാടിയൊന്ന് നമുക്ക് പുളി ഒഴിച്ച് കൊടുക്കല്ലേ. ഉപ്പിട്ട് കൊടുക്കാം, ഇതിട്ട് കൊടുക്കാം, കുറവാണെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 1 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി ഉണ്ട്, ഇട്ട് കൊടുത്തു. ഇനി ഇത് തിളക്കട്ടെ, കുറേ നേരം തിളക്കണം, അല്ലെങ്കിൽ പുളിയുടെ ചുവ ഉണ്ടാവുകയുള്ളൂ. കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം. മുളക് പൊടിയൊക്കെ അവനവൻ്റെ ആവശ്യത്തിന് എത്ര വേണ്ടിച്ചിടാം. എനിക്ക് ഇത്ര ആവശ്യമുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇത്ര കുറച്ചിട്ടുള്ളത്. നമുക്കിത് ഓഫാക്കല്ലേ. നമ്മുടെ വെണ്ടയ്ക്കാപ്പുളി ആയിരുന്നു. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.